വേനലായാൽ ചൂട് കൊണ്ട് പല വിധത്തിലുള്ള അസ്വസ്ഥതകളാണല്ലേ. എല്ലാത്തിനും ഒരു പരിഹാരമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ചൂട് കൂടിക്കഴിഞ്ഞാലും തണുപ്പ് കൂടിക്കഴിഞ്ഞാലും ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമുക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലേ. യൂറിനറി ഇൻഫെക്ഷൻ വരുന്നവരാണെങ്കിൽ തണുപ്പ് കാലമാണെങ്കിലും അത് വരും. ചൂട് കാലത്ത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒരു പുകച്ചൽ, എരിച്ചൽ, നമ്മൾ കുറച്ച് നേരം പുറത്തൊക്കെ പോയി കഴിഞ്ഞ് യൂറിൻ ശരിക്ക് പാസ്സായില്ലെങ്കിലൊക്കെ നമുക്ക് ഈ ചൂട് സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. തണുപ്പ് കാലത്തേക്കാൾ കൂടുതൽ ചൂട് കാലത്താണ് അത് കൂടുതലായിട്ടുള്ളത്. അതപ്പം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരു 2 ദിവസമൊക്കെ കൂടുമ്പോൾ നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കഴിച്ചാൽ മതിയിട്ട്. ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ആളുകളാണല്ലേ. അപ്പോൾ നാരങ്ങ ഒരു ഗ്ലാസ്സിലേക്ക് പിഴിഞ്ഞതിന് ശേഷം കൂവപ്പൊടി നമ്മൾ ഓൾറെഡി പുഴുങ്ങിയിട്ടാണ് നമ്മൾ ഇത് പൊടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വേവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അത് 2 ദിവസം കൂടുമ്പോൾ ഒരു ഗ്ലാസ് കുടിച്ചാൽ മാത്രം മതി. ശരീരം തണുക്കുവാനും ചൂടിനെ പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലത്തെ യൂറിനറി ഇൻഫെക്ഷൻ വരാതിരിക്കുവാനും അതുപോലെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ മിക്കവർക്കുള്ള ബുദ്ധിമുട്ടാണ് പുകച്ചിൽ, എരിച്ചിലൊക്കെ ഉണ്ടാകുക എന്നുള്ളത്. എപ്പോഴും നമ്മൾ ആൻറ്റിബയോട്ടിക്കും അങ്ങനെയുള്ള മെഡിസിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഭാവിയിലേക്ക് അതൊക്കെ ബുദ്ധിമുട്ട് വരും. ഇതുപോലുള്ള ഹോം റെമഡീസ് എന്ന് പറഞ്ഞതിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് തൊണ്ടയിലുണ്ടാകുന്ന ബുദ്ധിമുട്ട്, തൊണ്ട വേദനയല്ല, കിരികിരിപ്പാകട്ടെ, ചുമ കുത്തിക്കൊണ്ടുള്ള ബുദ്ധിമുട്ടാകട്ടെ, ഏതൊന്നിനും ഇതൊന്നും മതി കേട്ടോ. നമ്മൾ കുട്ടികളൊക്കെ ഇപ്പോൾ വെയിലത്ത് പോയി കളിച്ച് തലയിൽ എന്താണ് പറയുക വേർപ്പൊക്കെ വന്നിട്ട് പെട്ടെന്ന് അവർക്ക് അസ്വസ്ഥതകൾ വരാറുണ്ട്. തുമ്മലായിട്ടും ജലദോഷമായിട്ടും തൊണ്ടക്ക് അസ്വസ്ഥതയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഒരു പനിക്കൂർക്കയില എടുക്കുക, അതിലേക്ക് ഒരു നുള്ളു വിക്സ് തേച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ചൂട് സഹിക്കുന്ന ഒരു ചൂടിൽ ഈ ഒരു തൊണ്ട ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്താൽ മാത്രം മതി. മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ആശ്വാസം കിട്ടുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കടയിലെ പോലെ നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ നല്ല പരന്ന് വരുവാനായിട്ടും ഈ ഒരു സൂത്രം ചെയ്ത് നോക്കുക കേട്ടോ. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് ഈ ഹോട്ടലുകാർക്കൊക്കെ ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ദോശ കിട്ടുന്നു എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഈ ഒരു ട്രിക്ക് ചെയ്തപ്പോഴാണ് നല്ല സൂപ്പറായിട്ട് നല്ല ക്രിസ്പി ആയിട്ടും നല്ല എന്താ പറയുക നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഇല്ലേ. നമ്മൾ നെയ്യ് മാത്രം ഇട്ടിട്ട് ദോശ ചുടുന്നതിനേക്കാളും ഇതുപോലെ ഒന്ന് ചെയ്യുക. പാൻ്റെ മുകളിലേക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു ആവശ്യത്തിന്, നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് എത്ര ദോശ വേണം എത്ര നെയ്യ് വേണം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ തന്നെ അത് മെൽറ്റ് ആവുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ആ സൈഡിൽ തന്നെ വെക്കുക ഗ്യാസിൻ്റെ. അപ്പം എന്ന് വെച്ചാൽ ആ ഒരു നമ്മളുടെ നെയ്യ് കട്ട പിടിക്കാതിരിക്കാൻ അത് സഹായിക്കും ആ ഒരു ചൂടിൽ തന്നെ വെക്കുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് കട്ട പിടിച്ചിട്ട് പിന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ ഒരു വെള്ളവും ഇത് നമ്മളുടെ നെയ്യും ഒക്കെ നല്ലതുപോലെ, ഇപ്പം നെയ്യ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നല്ല നെയ്യ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പക്ഷേ എപ്പോഴും ദോശക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരുന്നത് നമ്മളുടെ നെയ്യ് ഉപയോഗിക്കുമ്പോൾ തന്നെ കേട്ടോ. ചിലവർക്ക് നല്ല നെയ്യ് ഒഴിച്ചാലും വളരെ ഇഷ്ടമായിരിക്കും കേട്ടോ. എള്ളെണ്ണ എന്ന് പറയില്ലേ, അത് ഒഴിച്ചാലും ഇഷ്ടമായിരിക്കും. ഇവിടെ നെയ്യാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നെയ്യ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ ചൂടാകണം. ചൂടാകുന്നതിന് മുമ്പ് ഒരിക്കലും ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ ദോശ പരന്ന് വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നല്ലതുപോലെ തന്നെ ചൂടായതിന് ശേഷം ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ദോശ ചുടുകയാണെങ്കിൽ നല്ല റൗണ്ടിലും വരും. അതുപോലെ തന്നെ നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള കിടിലൻ ദോശ നമുക്ക്. അതുപോലെ കൂടുതൽ നെയ്യ് കഴിച്ചാൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്കും ഈ ഒരു ടിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പം നെയ്യൊക്കെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷേ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നെയ്യ് കഴിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നവർക്കും ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ദോശ പരന്ന് വരുന്നില്ല എന്നുള്ള പ്രശ്നം ഇവിടെ തീർന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം വെച്ച് നമ്മൾ നല്ലതുപോലെ തുടച്ചാൽ നല്ല ദോശ പരന്ന് വരാൻ നല്ലതാണ്. അതിനോടൊപ്പം തന്നെ നെയ്യും കൂടെ ആകുമ്പോൾ നല്ല കിടിലൻ ടേസ്റ്റും ആയിരിക്കും, നല്ല സൂപ്പർ ദോശയും കിട്ടാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇഡ്ഡലി മാവിലും കുറച്ച് നെയ്യ് മിക്സ് ചെയ്തതിന് ശേഷം ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇഡ്ഡലിക്ക് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നെയ്യുടെ ടേസ്റ്റൊക്കെ വന്നിട്ട് ഇപ്പം നമ്മളുടെ നല്ലെണ്ണയും ഒഴിച്ചു കൊടുക്കാം, നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് കൂടുതൽ നെയ്യ് ഇഷ്ടമായതുകൊണ്ടാണ് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു പ്രാവശ്യം ദോശ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കണം കേട്ടോ.
അടുത്തതായിട്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ വളരെ ഇഷ്ടമാണ്. നമ്മൾ രാത്രിയൊക്കെ കഴിക്കാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് ഭയങ്കര ദഹന പ്രശ്നങ്ങൾ, വയറിന് പുളിച്ച് കെട്ടുക, അതുപോലെ തന്നെ കൂടുതൽ നമ്മൾ വെള്ളം കുടിക്കേണ്ട അവസ്ഥ, നമ്മൾ ചപ്പാത്തി കഴിച്ചതിന് വെള്ളം പിന്നെയും കുടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, അതുപോലെ ഈ ചൂട് സമയത്ത് നമുക്ക് ഭയങ്കര ദാഹം ഓവറായിട്ട് വരും ഈ ഒരു ചപ്പാത്തി കഴിച്ചാൽ കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ട് ഏത് പാത്രത്തിലാണോ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒരു ഇഞ്ചി ചെറിയ കഷ്ണം, ഒരു ഇഞ്ചി കഷ്ണം വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് നമ്മൾ ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ. ചൂടോടുകൂടി കഴിക്കുന്നവർ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. ചപ്പാത്തി നമ്മൾ കുഴക്കുന്ന മാവിലേക്ക് കുറച്ച് ഇഞ്ചി നീരും കൂടെ ചേർത്ത് നല്ലതുപോലെ കുഴച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും ഈ ഒരു എഫക്റ്റ് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് അത് മറന്നുപോയി അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ ഒരു ഇഞ്ചി കഷ്ണം എടുത്തിട്ട് നമ്മൾ വെക്കുന്ന പാത്രത്തിൽ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചാൽ മാത്രം മതി. ഒന്ന് ചെയ്ത് നോക്കട്ടെ, നല്ല റിസൾട്ടാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള ടിപ്സുകൾ അറിയണമെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ, നഷ്ടമാവില്ല. അടുത്തതായിട്ട് നമുക്ക് വള കൊണ്ടൊരു സൂത്രം കണ്ടാലോ. വള നമ്മൾ പലപ്പോഴും വാങ്ങുമ്പോൾ അളവ് കറക്റ്റ് ആവുന്നില്ല. ഇപ്പം നമ്മൾ അടുത്തില്ലാത്തവർക്കൊക്കെ മേടിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലമാണ് കറക്റ്റായിട്ടുള്ള സൈസ് കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. ഒരു വളയുടെ നടുവിൽ ഒരു കോയിൻ വെച്ചിട്ട് അവരോട് ഫോട്ടോ എടുത്ത് നമുക്ക് സെൻഡ് ചെയ്ത് തരാൻ പറയണം. എന്നിട്ട് നമ്മൾ ആ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ആ ഒരു കോയിൻ, ഇപ്പോൾ 1 രൂപേൻ്റെ കോയിൻ ആണെങ്കിൽ ആ 1 രൂപേൻ്റെ കോയിൻ എടുക്കുക. എന്നിട്ട് നമ്മൾ നടുവിൽ ആ ഒരു കോയിൻ വെച്ച് കൊടുക്കണം. എന്നിട്ട് ആ കോയിൻ്റെ അളവ് കറക്റ്റായിട്ട് വരുത്തിക്കണം കേട്ടോ. ആ വട്ടം കറക്റ്റായിട്ട് വരുത്തിയ ശേഷം കറക്റ്റായി കഴിയുമ്പോൾ നമ്മൾ ആ വളയുടെ അളവ് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വള വെച്ച് കൊടുത്താൽ നമുക്ക് കറക്റ്റ് സൈസ് വള എടുക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഗൾഫിൽ നിന്ന് വരുന്നതും പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്കും വരുന്നവർക്കൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് സൈസിൻ്റെ. ഈ ഒരു വള വാങ്ങാൻ ഇഷ്ടമുണ്ടാവും, നല്ല അടിപൊളി വളയൊക്കെ കാണുമ്പോൾ മേടിച്ച് കൊടുക്കണമെന്നുണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ഫോട്ടോ ഇതുപോലെ ഒന്ന് സെൻഡ് ചെയ്ത് തരാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ കറക്റ്റ് അളവിന് നമുക്ക് അവർക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് വള മേടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളെ സപ്പോർട്ടാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്, അതൊരിക്കലും നിങ്ങൾ മറന്നു പോകരുത്, ഞാൻ മറക്കില്ല കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഇതുപോലുള്ള അരിച്ചാക്കുകൾ വെറുതെ വലിച്ചെറിയില്ല, പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു കാര്യം മാത്രമല്ല, പിന്നെ നമുക്ക് വേണ്ടത് ഒരു നല്ല കട്ടിയുള്ള കോട്ടൺ തുണിയായിരിക്കും നല്ലത്. ബെഡ്ഷീറ്റ് ആണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. നമ്മളിപ്പോൾ ഉപയോഗിക്കാതെ മാറ്റി വയ്ക്കുന്ന ബെഡ്ഷീറ്റുകളൊക്കെ ഇല്ലേ, അതാണെങ്കിലും നിങ്ങൾ എടുത്താൽ മതി. ഉപയോഗിക്കുന്നത് തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്കിത് നമ്മളുടെ ചൂടിനെ എങ്ങനെ ക്രമീകരിക്കാനായിട്ട് സാധിക്കുമെന്ന് നോക്കട്ടെ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സൂത്രമാണ് കേട്ടോ. AC ഒക്കെ നമുക്ക് ഫുൾ ടൈം ഇട്ടൊന്നും കിടക്കാനായിട്ട് സാധിക്കില്ല. എന്താണെന്ന് വെച്ചാൽ കറണ്ട് കാശ് കൊണ്ട് നമ്മൾ പൊറുതിമുട്ടും. ഒന്നാമത് ഇപ്പം നമ്മൾ യുദ്ധവും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും വളരെ ടൈറ്റിലായിരിക്കും. എല്ലാ മേഖലകളും ഹോട്ടലാകട്ടെ എല്ലാം അടച്ചുപൂട്ടി, എല്ലാവരെയും ബിസിനസ് വളരെ ഡള്ളാണ്. അപ്പോൾ കറണ്ട് കാശ് കൊടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ പകൽ സമയത്താണെങ്കിലും നമുക്ക് എവിടെയെങ്കിലും ഇരിക്കും നമുക്ക് ചൂടെടുത്തിട്ട് സഹിക്കാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു ബെഡ്ഷീറ്റ് നല്ലതുപോലെ നനച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ അരിച്ചാക്കിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുക്കുക. ഈ ഒരു അരിച്ചാക്കിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നിലത്തേക്കൊന്നും വെള്ളത്തിൻ്റെ ഈർപ്പമോ അതിൻ്റെ ഒരു നനവോ ഒന്നും ചെല്ലില്ല. നമുക്കത് ഈസി ആയിട്ട് മാറ്റുവാനും ക്ലീനിങ്ങും എല്ലാം എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മൾ നനഞ്ഞ തുണിയൊക്കെ നിലത്തിട്ട് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പണിയായിട്ട് വരില്ലേ. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനാണ് ഈ ഒരു അരിച്ചാക്ക് താഴെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ഇട്ട് കൊടുത്താലും താഴ്ഭാഗത്ത് ഒരു ഈർപ്പമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അരിച്ചാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു തരി ഈർപ്പമോ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാവില്ല. സൂപ്പറായിട്ടുള്ള ഒരു ഐഡിയ ആണ്. നമ്മൾ ഉച്ച സമയങ്ങളിലൊക്കെ കിടക്കുമ്പോൾ നമുക്ക് ഉള്ള ബുദ്ധിമുട്ട് മാറ്റാനായിട്ട് സൂപ്പറാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് AC പോലെ നിങ്ങൾക്ക് കിടക്കണമെങ്കിൽ ഇതുപോലെ ഒരു വലിയ പാത്രത്തിൽ ഒരു ഐസ് വെക്കുക. ആ ഐസ് നമ്മളുടെ ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ മേളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. രാത്രിയെന്നില്ല പകലെന്നില്ല, നമ്മൾ എന്തായാലും ഫ്രിഡ്ജ് ഫുൾ ടൈം ഓണാക്കി ഇടും. അപ്പോൾ 2-3 പാത്രം AC ഇതുപോലെ ഐസാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ എപ്പോഴാണോ നമുക്ക് ആവശ്യം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഫുൾ ടൈം AC ഇടാനായിട്ട് ആരെ കൊണ്ടും സാധിക്കില്ല. രാത്രിയൊക്കെ ചിലപ്പോൾ കുറച്ച് സമയമൊക്കെ നമ്മൾ ഇടുമായിരിക്കും. പക്ഷെ പകലാകട്ടെ വൈകുന്നേരം ആകട്ടെ വളരെയധികം ചൂടാണ്, നമുക്ക് സഹിക്കാൻ പറ്റാറില്ല അല്ലേ. അപ്പോൾ ഈ ഒരു സൂത്രം ചെയ്ത്
നോക്കൂ. അരിച്ചാക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കട്ടെ. നല്ല ഒരു കൂളിംഗ് എഫക്റ്റാണ് വരുന്നത്. നമ്മളുടെ റൂമൊക്കെ നല്ല ഒരു തണുപ്പ് കിട്ടാനായിട്ട് സഹായിക്കും. വെറുതെ ഒരു ഫാൻ മാത്രം ഇട്ടാൽ മതി, AC ഒന്നും ഇടാതെ തന്നെ കറണ്ടും ലാഭിക്കാം. സൂപ്പറായിട്ട് തണുത്ത് കിടന്നുറങ്ങുവാനും സാധിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.